സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ട്രേഡിങ്ങിനെ പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ട്രേഡിംഗ് സെറ്റപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ പറ്റിയാണ്. ഈ വീഡിയോ ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉള്ളൊരു വീഡിയോ ആണ്. സാധാരണ എൻ്റെ വീഡിയോ 10 മിനിറ്റിനുള്ളിൽ ഞാൻ മാക്സിമം പോയിന്റ് പറഞ്ഞ് നിർത്താറുള്ളതാണ്. പക്ഷേ ഈ വീഡിയോ ഡീറ്റെയിലായി പറയുന്ന കാരണം കൊണ്ട് ലെങ്ത്ത് എന്തായാലും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രേഡിങ്ങിന് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ട്രേഡിങ്ങിനെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യാമെന്നതിനെ പറ്റിയാണ്. അതിന് നമ്മൾ ഡെയിലി ഒരുപാട് സ്ട്രാറ്റജി വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു സ്ട്രാറ്റജിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഒരു സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് അതിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഇൻസൈഡ് ക്യാൻഡിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇൻസൈഡ് ക്യാൻഡിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഞാൻ ഇതിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻസൈഡ് ക്യാൻഡിലിനെ പറ്റി. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇൻസൈഡ് ക്യാൻഡിൽ എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനത് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു വലിയ ക്യാൻഡിൽ ആദ്യം ഫോം ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ചെറിയ ക്യാൻഡിൽ ഫോം ചെയ്യണം. നമ്മൾ 15 മിനിറ്റാണ് ഇത് എടുക്കുന്നത്. 15 മിനിറ്റ് ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ റെഡ് ആണോ ഗ്രീൻ ആണോ അതൊന്നും പ്രശ്നമല്ല. ചിലപ്പോൾ ഇത് ഗ്രീൻ ക്യാൻഡിൽ വരാം, ഈ ഒരു ക്യാൻഡിൽ ഗ്രീൻ വരാം, ചിലപ്പോൾ ഇത് റെഡ് വരാം. അപ്പോൾ നമുക്ക് ബുള്ളിഷോ ബെയറിഷോ അതൊന്നും പ്രശ്നമല്ല. നമുക്ക് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഉള്ളിലായിരിക്കണം, ഹൈക്കും ലോയ്ക്കും ഉള്ളിലായിരിക്കണം സെക്കൻഡ് ക്യാൻഡിൽ, അതായത് ചെറിയ ക്യാൻഡിൽ ഇൻസൈഡ് ക്യാൻഡിൽ വരേണ്ടത്. അത്തരം സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം ലൈവ് മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇങ്ങനെ വന്നതെന്ന് അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു സ്കാനറിൻ്റെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാനൊരു അതിന് വേണ്ടി തന്നെ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിക്കോളോസ് ഇൻസൈഡ് ക്യാൻഡിൽസ്റ്റിക് എന്നാണ് ആ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ഇപ്പോൾ ഒരുപാട് പേര് ഓൾറെഡി ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് വേണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ചാനലിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ലൈവായിട്ട് ഓട്ടോമാറ്റിക് അലർട്ട് കിട്ടും, അതായത് ടെലിഗ്രാമിൽ. അപ്പോൾ ഇതേപോലെ ലൈവായിട്ട് ഇങ്ങനെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് വന്നതെന്ന് നമുക്ക് അലർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് സെലക്ഷന് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. നമുക്ക് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ലൈവിൽ ഇൻസൈഡ് ക്യാൻഡിൽ വന്നതെന്ന് നമുക്കറിയാൻ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് മെത്തേഡ്. അപ്പോൾ സ്ട്രാറ്റജി ഇതാണ് ഇൻസൈഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇനി ഇത് ലൈവായി കിട്ടാൻ നിങ്ങൾ ഈ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്താൽ മതി. ലൈവ് സിഗ്നൽ നിങ്ങൾക്ക് ഡെയിലി അലർട്ട് കിട്ടും. ഇനി സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനൊരു പാറ്റേൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഇൻസൈഡ് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യും. അതായത് ഇപ്പോൾ ഹൈ ആണെങ്കിൽ ഹൈക്ക് 20 പൈസ നമ്മൾ ബഫർ ഇടണം കേട്ടോ. അതായത് നമ്മൾ കറക്റ്റ് ഹൈക്ക് മുകളിലല്ല, ജസ്റ്റ് ഒരു 20 പൈസ ബഫർ ഇടണം. ഇതിപ്പോൾ സപ്പോസ് ഇതൊരു ഹൈ നമ്മൾ മാർക്ക് ചെയ്യുന്നു, ഒരു 20 പൈസ മുകളിലേക്ക് ബഫർ ഇട്ട് മാർക്ക് ചെയ്യുന്നു. അതുപോലെ ലോയ്ക്ക് 20 പൈസ താഴെ ബഫർ ഇട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതായത് നമ്മൾ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിന് ശേഷം അടുത്ത ക്യാൻഡിൽസ് ഏതെങ്കിലും വന്ന് ഇതിന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ബൈ എടുക്കും. അത് നമ്മൾ ഈ 20 പൈസ മുകളിൽ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ഇട്ട് വെച്ചിരിക്കും. അപ്പോൾ ആ ലെവലിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബൈ ആവും. ആ ബ്രേക്ക് ഔട്ട് ബൈ എന്ന് പറയാം. അതേപോലെ തന്നെ ഈ മാർക്കറ്റ് അടുത്ത ക്യാൻഡിൽസ് താഴെയാണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മളത് സെല്ലാവും. നമ്മൾ സ്റ്റോപ്പ് ലോസ് സെല്ലാണ് ഇട്ട് വയ്ക്കാറ്. ആ ഒരു 20 പൈസ താഴേക്ക് സ്റ്റോപ്പ് ലോസ് സെല്ല് ഇട്ട് വയ്ക്കും. അപ്പോൾ അത് സെല്ലായി കഴിഞ്ഞാൽ താഴേക്ക് പോകും എന്നാണ് നമ്മളൊരു കൺസെപ്റ്റ്. അതുപോലെ മുകളിലേക്ക് പോയി ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകും. നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയി കാണുന്നത് ഈ ഹൈയും ലോയും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ചിലപ്പോൾ 5 പോയിൻറ്റ് 3 പോയിൻ്റ് ആയിരിക്കും. ഒരു 3 പോയിൻ്റ് ആയിരിക്കും ടാർഗറ്റ്, ആ ഒരു 3 പോയിൻ്റ് ആയിരിക്കും സ്റ്റോപ്പ് ലോസ് എന്നായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇനി നമുക്ക് ലൈവ് മാർക്കറ്റ് വന്ന സ്റ്റോക്കുകളൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് 9:45 മുതലാണ് ഇതെടുക്കേണ്ടത്. ഇത് 9:30 വന്ന് നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ഇൻസൈഡ് ക്യാൻഡിൽ, അതായത് നമ്മൾ 15 മിനിറ്റാണല്ലോ യൂസ് ചെയ്യുന്നത്. അതായത് 9:15 മുതൽ 9:30 വരെ ഫസ്റ്റ് ക്യാൻഡിൽ ജനറേറ്റ് ചെയ്യും. 9:30 തുടങ്ങി 9:45 വരെയാണ് സെക്കൻഡ് ക്യാൻഡിലേക്ക് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ആ സെക്കൻഡ് ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിലിനും കാട്ടി ഉള്ളിൽ വരുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 9:45 സ്റ്റോക്കുകൾ എടുക്കുന്നത്. ഇതിൽ ഫസ്റ്റ് സ്റ്റോക്ക് വന്നിരിക്കുന്നത് TVS മോട്ടർ, ഓറോ ഫാർമ, ഏഷ്യൻ പെയിൻറ്റ്, ഹിൻഡ് പെട്രോ. ഈ 4 സ്റ്റോക്കുകളാണ് നമുക്ക് 9:45 വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് മുന്നായിട്ട് നമ്മളിത് ബ്രേക്ക് ഔട്ട് എന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടല്ലോ ഒരു ഫസ്റ്റ് ബ്രേക്ക് ഔട്ട്. ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ ഇവിടെ ഹൈക്ക് മുകളിൽ ബൈ ഇട്ട് വെച്ചിട്ടുണ്ടാവും, ലോക്ക് താഴെ സ്റ്റോപ്പ് ലോസ് സെല്ലിട്ട് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് കാണിച്ചിട്ട് താഴേക്ക് വന്നിട്ട് ഈ സെല്ല് ആക്റ്റീവ് ചെയ്തിട്ട് സെല്ല് ടാർഗറ്റ് അടിക്കാറുണ്ട്. അതേപോലെ ചിലപ്പോൾ ഫസ്റ്റ് തന്നെ ബ്രേക്ക് ഔട്ട് ചെയ്ത് ബൈ ടാർഗറ്റ് അടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സെല്ല് ബ്രേക്ക് ഔട്ട് ചെയ്ത് സെൽ ടാർഗറ്റ് അടിക്കും. ചില ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ സൈഡ് വൈസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സൈഡ് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യും, അതിന് താഴെ ബ്രേക്ക് ചെയ്യും, വീണ്ടും മുകളിലേക്ക് ബ്രേക്ക് ചെയ്യും, പിന്നെ താഴേക്ക് ബ്രേക്ക് ചെയ്യും. ആ റേഞ്ചിനുള്ളിൽ തന്നെ ഇത് ട്രേഡ് ചെയ്യും. അപ്പോൾ ഇത് ഫസ്റ്റ് ബ്രേക്ക് ഔട്ടാണ്, ഇത് സെക്കൻഡ് ബ്രേക്ക് ഔട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഇത് തേർഡ് ബ്രേക്ക് ഔട്ടാണ്, ഇത് ഫോർത്ത് ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ ആ ഒരു ലെവലാണ് ഞാനത് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് 70% ഉള്ളൂ. അപ്പോൾ സക്സസ് റേഷ്യോ 70% ആണ്. ഇനിയിപ്പോൾ സെക്കൻഡ് ബ്രേക്ക് ഔട്ട്, അതായത്
ഇപ്പോൾ ഫസ്റ്റ് ബ്രേക്കൗട്ട് ഫെയിൽഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിവിടെ കണ്ടു ഫസ്റ്റ് ബ്രേക്കൗട്ട് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ബ്രേക്കൗട്ടിൽ 75% ചാൻസ് ഉള്ളത്, പിന്നെ അത് താഴേക്ക് വരാൻ. അതേപോലെ തന്നെ തേർഡ് ബ്രേക്കൗട്ട് എന്ന് പറയുമ്പോൾ അതിന് ഒരു 80% ചാൻസ് ഉണ്ട്. ഇത് തേർഡ് ബ്രേക്കൗട്ട് ചെയ്ത് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അല്ല ഫോർത്ത് ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 85% ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഇതിൽ ഏത് ബ്രേക്കൗട്ടാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ അക്യുറസി, ഓക്കെ എനിക്ക് ഇപ്പോൾ ഫസ്റ്റ് ബ്രേക്കൗട്ടാണെങ്കിൽ ഒരുപാട് ചാൻസ് കിട്ടും നമുക്ക് ട്രേഡ് ചെയ്യാൻ, സെക്കൻഡും അതേപോലെ. പക്ഷേ ഈ തേർഡും ഫോർത്തും ചാൻസസ് കുറവായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഫസ്റ്റ് ബ്രേക്കൗട്ട് ഫെയിൽഡ് ആവണം കേട്ടോ. അതായത് ഇതേപോലെ തന്നെ നമുക്ക് ടാർഗറ്റ് അടിക്കാതെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരണം. അതല്ലാണ്ട് ഇത് ബ്രേക്ക് ചെയ്ത് ടാർഗറ്റ് അടിച്ചതിന് ശേഷം താഴെ വന്ന് ബ്രേക്കൗട്ട് ചെയ്യുന്നതല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബ്രേക്കൗട്ട് ഫെയിൽഡ് ആവുന്നതാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയി മനസ്സിലാവാം. അപ്പോൾ ഈ തേർഡും ഫോർത്താണ് കൂടുതൽ അക്യുറസി ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം നമുക്ക് ഏത് ബ്രേക്കൗട്ടാണ് വേണ്ടതെന്ന്. ഇപ്പോൾ എനിക്ക് 70% അക്യുറസി ഉള്ള സ്ട്രാറ്റജിയാണ് വേണ്ടെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് ബ്രേക്കൗട്ടിന് തന്നെ നമുക്ക് ബൈ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സെൽ എടുക്കാവുന്നതാണ്. അതല്ല എനിക്ക് 80% അല്ലെങ്കിൽ എനിക്ക് 85% അക്യുറസി വേണമെങ്കിൽ ഫോർത്ത് ബ്രേക്കൗട്ട്, ചിലപ്പോൾ അത് ഒരു ദിവസം ചിലപ്പോൾ ഒരു ചാൻസ് പോലും കിട്ടിയെന്ന് ഇരിക്കത്തില്ല. തേർഡ് ബ്രേക്കൗട്ട് ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് ചാൻസസ് വളരെ കുറവായിരിക്കും. ഫസ്റ്റും സെക്കൻഡും ചാൻസസ് കൂടുതലാണ് ഡെയിലി ട്രേഡിങ്ങിന്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം ഓരോന്നായിട്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് 9:45 വന്ന സ്റ്റോക്കുകളൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റോക്ക് വന്നിരിക്കുന്നത് TVS മോട്ടറാണ്. നമുക്ക് TVS മോട്ടറിന് ചാർട്ട് എടുക്കാം. TVS മോട്ടർ അത് 9:45 അവിടെ തുടങ്ങിയാണ് TVS മോട്ടർ. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോക്കി കാണാം, നമ്മൾ 15 മിനിറ്റിലെ ക്യാൻഡിൽ സ്റ്റിക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു ബിഗ് വൺ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ ക്യാൻഡിൽ സ്റ്റിക്ക് വന്നിട്ടുണ്ട്. അത് ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളതിന് ഇൻസൈഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അത് വന്നതിന് ശേഷം നമ്മൾ ആ ഹൈയും ലോയും മാർക്ക് ചെയ്യും. ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ടുണ്ട്, അതാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടോ, ഹൈയും ലോയും മാർക്ക് ചെയ്ത് അതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മുടെ ഇവിടെ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. കണ്ടോ, ഫസ്റ്റ് ബ്രേക്കൗട്ടാണിത്. ഈ ഒരു ബ്രേക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബ്രേക്കൗട്ടാണ്. കണ്ടോ, ഫസ്റ്റ് ബ്രേക്കൗട്ടാണ് ഇവിടെ സക്സസ് ആയി. കണ്ടോ, ഇതാണ് ഫസ്റ്റ് ബ്രേക്കൗട്ട്. ഇതിവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പോയിൻ്റാണ് നമ്മുടെ ടാർഗറ്റ്. നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് 2.65 ആ 2.65 നമുക്ക് ഇവിടെ തന്നെ ആ സെക്കൻഡ് ക്യാൻഡിൽ തന്നെ നമുക്കത് ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ആ ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് TVS മോട്ടർ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സക്സസ് ആയി. അപ്പോൾ TVS മോട്ടറിൻ്റെ കേസിൽ ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഓറോ ഫാർമിയാണ്. ഇപ്പോൾ ഓറോ ഫാർമ നിങ്ങൾ നോക്കി കാണാം, ഇതാണ് സെക്കൻഡ് ക്യാൻഡിൽ വന്നിരിക്കുന്നത്. സെക്കൻഡ് ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് സെക്കൻഡ് ക്യാൻഡിൽ വന്നിരിക്കുന്നത്. ഇവിടെയാണ് ബ്രേക്കൗട്ട് സംഭവിച്ചിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇവിടെയാണ് ഇത് ബ്രേക്കൗട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ബ്രേക്കൗട്ട് തന്നെ, അതിനുശേഷം മാർക്കറ്റ് കയറി നമ്മൾ സ്റ്റോപ്പ് ഹിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അത് തന്നെ ആ ഫസ്റ്റ് ബ്രേക്കൗട്ടിൽ തന്നെ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടാർഗറ്റ് നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പോയിന്റ് ഡിഫറൻസ് ആണ് നമ്മൾ ടാർഗറ്റ്. അപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സക്സസ് ആയിരുന്നു. ഇനി അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏഷ്യൻ പെയിൻറ്റും ഹിൻഡ് പെട്രോ ആണ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഇവിടെ സെക്കൻഡ് അറ്റംപ്റ്റിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ നിന്ന് ചാൻസ് കിട്ടിയിട്ടില്ല. കാരണം നമുക്ക് ഫസ്റ്റ് ബ്രേക്കൗട്ട് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ സെക്കൻഡിൽ ഓർഡർ പ്ലേസ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ 75% അക്യുറസി വേണവർ, അല്ലെങ്കിൽ 80% അക്യുറസി വേണവർക്ക് വെയിറ്റ് ചെയ്യുന്നത് ഇവിടെയും ഫെയിൽ ആവണം, ഇവിടെയും ഫെയിൽ ആവണം, എന്നിട്ട് ഇവിടെ മാത്രമാണ് നമ്മൾ ഓർഡർ ഇട്ട് വയ്ക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് അടുത്ത് വന്നിരിക്കുന്നത് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹിൻഡ് പെട്രോ ആണ്. അപ്പോൾ ഹിൻഡ് പെട്രോ നമുക്ക് നോക്കിയാൽ കാണാം, ഇതാണ് ക്യാൻഡിൽ. കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ സൂം ചെയ്യാം. ആ ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയ്ക്കും താഴെയാണ്, ആ ഹൈയും ലോയ്ക്കും ഉള്ളിലാണ്. ഇനി നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇവിടെ അറ്റംപ്റ്റ് ഫെയിൽഡ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമുക്കിവിടെ ഫെയിൽഡ് ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം. കണ്ടോ, നമ്മുടെ ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഫെയിൽഡ് ആണ്. ഇവിടെ ഫെയിൽഡായി. കാരണം ഇത് ബ്രേക്ക് ചെയ്തിട്ട് വളരെ കുറച്ച് പോയിൻ്റ് താഴേക്ക് വന്നിട്ടുള്ളൂ, നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ സെക്കൻഡ് ബ്രേക്കൗട്ട് കണ്ടോ, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് സെക്കൻഡ് ബ്രേക്കൗട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ,
ഹൈ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ബ്രേക്കൗട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബ്രേക്കൗട്ട് നോക്കാണ്ട് സെക്കൻഡ് ബ്രേക്കൗട്ട് നോക്കുന്നവർക്ക് ആ ഒരു 75% അവിടെ സെക്കൻഡ് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും നമ്മളെ തേർഡും ഫോർത്തും നിൽക്കുന്നവർ വെയിറ്റ് ചെയ്യുന്നവർക്ക് ചാൻസസ് കിട്ടിയിട്ടില്ല ഇതുവരെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ. ഇനി നമുക്ക് അടുത്തത് വരാം. അടുത്തത് 10 മണിക്കാണ് അടുത്ത സെക്കൻഡിൽ വന്നത്. അത് ICICI ബാങ്കും ചോള ഫിനാൻസും അംബുജ സിമെൻറ്റുമാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ആദ്യം ICICI ബാങ്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ICICI ബാങ്ക് ഇതാണ് ഇൻസൈഡ് ക്യാൻഡിൽ. നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു ക്യാൻഡിൽ ഇൻസൈഡിലേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്ത് തരാം. കണ്ടോ, ഈ ഒരു ക്യാൻഡിലാണ് ഇൻസൈഡ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് സക്സസ് ആയിരുന്നു. നമുക്കിവിടെ നോക്കി കാണാം, ഇവിടെ ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെല്ലിലേക്കാണ് ബ്രേക്കൗട്ട് വന്നിട്ടുള്ളത്. കണ്ടോ, ഇവിടെ സെല്ല് ബ്രേക്കൗട്ട് വന്നിട്ട് നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത് സക്സസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോക്ക് വന്നിട്ടുള്ളത് ചോള ഫിനാൻസ് ആണ്. അപ്പോൾ നമുക്ക് ചോള ഫിനാൻസ് നോക്കാം. ചോള ഫിനാൻസ് ഇതാണ് ക്യാൻഡിൽ, 10 മണിയുടെ ക്യാൻഡിൽ. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ബൈയും സെല്ലും ഫെയിൽഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ തേർഡ് അറ്റംപ്റ്റ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു ചാൻസ് വന്നിട്ടുണ്ട്. കണ്ടോ, കാരണം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്കൗട്ട് ഫെയിൽഡ് ആയിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ബ്രേക്കൗട്ട് ഫെയിൽഡ് ആയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ തേർഡ് സക്സസ് ആയി, അത് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ തേർഡ് ബ്രേക്കൗട്ട് മാത്രം 80% അക്യുറസി മാത്രം വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യത്തെ ഒരു ട്രേഡ് കിട്ടിയിരിക്കുന്നത് ചോള ഫിനാൻസിലാണ്. അത് ഫസ്റ്റും സെക്കൻഡും ബ്രേക്ക് ചെയ്ത് തേർഡിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സ്റ്റോക്കേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഇതുവരെ ചോള ഫിനാൻസ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. അംബുജ സിമെൻ്റ് ആണ് അടുത്ത സ്റ്റോക്ക്. ഓക്കെ, അംബുജ സിമെൻറ്റ് ഈ ഒരു ക്യാനിലാണ് ഇൻസൈഡിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം അത് ബ്രേക്കൗട്ട് സംഭവിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബ്രേക്കൗട്ട് തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 10 മണിക്ക് വന്നത് ACC ആണ്. ACCയും ഫസ്റ്റ് തന്നെ ബ്രേക്കൗട്ട് സംഭവിച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ ഇൻസൈഡാണ്, പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഇൻസൈഡിൽ വന്നിട്ട് ക്യാൻഡിലാണ്. അപ്പോൾ അവിടെ ബ്രേക്കൗട്ട് സംബന്ധിച്ചിട്ട് ഫസ്റ്റ് ബ്രേക്കൗട്ട് തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 10 മണി വരെ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് 10:15-ൻ്റെയാണ്. അത് ഡോക്ടർ റെഡ്ഡി ആണ്. ഇപ്പോൾ 10:15 നോക്കുമ്പോൾ ഇതാണ് ഇൻസൈഡ് ക്യാൻഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫെയിൽഡ് ആയിട്ടുണ്ട്, സെക്കൻഡും ഫെയിൽഡ് ആയിട്ടുണ്ട്, തേർഡും ഫെയിൽഡ് ആയിട്ടുണ്ട്, ഫോർത്ത് സക്സസ് ആയി. അപ്പോൾ ഈ ഫോർത്ത്, അതായത് 85% അക്യുറസി വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഡോക്ടർ റെഡ്ഡിയിലാണ് ഒരു ചാൻസ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ബ്രേക്ക് തൊട്ട് അത് ഫെയിൽഡായി, സെക്കൻഡ് അറ്റംപ്റ്റിൽ ചെയ്യുന്ന ആൾക്കാരുടെയും ഫെയിൽഡായി, പക്ഷേ തേർഡും ഫെയിൽ. അപ്പോൾ ഫോർത്തിൽ ഇപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയിട്ടുള്ളത്. ആ ഫോർത്ത് സക്സസ് ആയിട്ടുണ്ട്. ഡോക്ടർ റെഡ്ഡി ആയിരുന്നു. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് 10:30 വന്നിട്ടുള്ളത് കാഡിലാക്കും ഹാവൽസുമാണ്. അത് നമുക്ക് നോക്കാം. ഇപ്പോൾ കാഡിലാക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഇൻസൈഡ് വന്നിട്ടുള്ളത്. അത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം. നമ്മുടെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിൻ്റെ പോയിൻ്റാണ്. അതായത് നമുക്കൊരു ₹1.30 പോയിൻ്റ് വന്നിരിക്കുന്നത്. ആ ₹1.30 മുകളിൽ ഉണ്ടാവും ₹1.83 ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബ്രേക്കൗട്ടിൽ തന്നെ നമ്മളിവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കാഡിലാക്കിൻ്റെ കേസിൽ ഈ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കൂടിയാണ് ടാർഗറ്റ് ഇട്ടിട്ടുണ്ട്. ഹാവൽസ് ആണ് വന്നിട്ടുള്ളത് അടുത്ത സ്റ്റോക്ക്. സോറി, ഇത് ഇവിടെയാണ് ഇൻസൈഡ് വന്നിട്ടുള്ളത് 10:30 ക്യാൻഡിൽ. അപ്പോൾ ഇൻസൈഡ് ക്യാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്യാം. ഇത് നമ്മൾ നോക്കിയാൽ കാണാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബ്രേക്കൗട്ട് തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ 20 പൈസ ബഫർ ഇടും. അതായത് ഈ ഒരു ഹൈ നോക്കണ്ട, ഇത് പ്രീവിയസ് ക്യാൻഡിൽ ഹൈ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഒരു 20 പൈസ ബഫർ ഇടുന്ന കാരണം കൊണ്ട് അതെന്തായാലും ഹിറ്റ് ചെയ്യത്തില്ല, ബൈ ആക്റ്റീവ് ആവത്തില്ല. പക്ഷേ സെൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്, ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് വന്നിട്ടുള്ളത് ആക്സിസ് ബാങ്ക് ആണ് 10:45. ഓക്കെ, ഇതാണ് 10:45 ക്യാൻഡിൽ ഇൻസൈഡ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്യാം. അതും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബ്രേക്കൗട്ട് ചെയ്തിട്ട് അതിനുശേഷം ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതിനുശേഷം ഇവിടെ നോക്കി ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് ഒരുപാട് ചാൻസ് കിട്ടും, പക്ഷേ അക്യുറസി 70% ഉണ്ടാകത്തുള്ളൂ. ഇന്ന് കുറേ സ്റ്റോക്കുകൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം നമുക്ക് എത്ര % അക്യുറസി ഉള്ള വേണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ ബ്രേക്കൗട്ട് വരെ വെയിറ്റ് ചെയ്യണം. ഇനി അടുത്ത് വന്നിരിക്കുന്നത് ഇൻഡസ് ഇന്ത്യ ബാങ്ക് ആണ് വന്നിട്ടുള്ളത്. അത് 11 മണിക്കാണ് ഇൻഡസ് ഇന്ത്യ ബാങ്ക് വന്നിട്ടുള്ളത്. ഇൻഡസ് ഇന്ത്യ ബാങ്ക് ഇവിടെയാണ് ഇൻസൈഡ് ക്യാൻഡിൽ വന്നിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ഹൈ എടുത്ത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്കൗട്ട് ഫെയിലിയർ അല്ല, ബ്രേക്കൗട്ടിൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇൻഡസ് ഇന്ത്യ ബാങ്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം. ഇനി വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് DVC ലാബാണ്. ഓക്കെ, ഇതാണ് ഇൻസൈഡ് ക്യാൻഡിൽ DVC ലാബിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ കാണാം 3rd അറ്റംപ്റ്റാണ് സക്സസ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ഫെയിൽഡാണ്, സെക്കൻഡും ഫെയിൽഡാണ്. 3rd വെയിറ്റുകൾക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അവിടെ 3rd സക്സസ് ആണ്. അപ്പോൾ ഇന്ന് 3rd ബ്രേക്കൗട്ട് വെയിറ്റ് ചെയ്തവർക്ക് 3 സ്റ്റോക്കുകളാണ് കിട്ടിയിട്ടുള്ളത്. 4th ബ്രേക്കൗട്ട് വെയിറ്റ് ചെയ്തവർക്ക് ഇതുവരെ 1 സ്റ്റോക്കേ കിട്ടിയിട്ടുള്ളൂ, DVC ലാബ് മാത്രം. ഇനി ലാസ്റ്റത്തെ ഇൻഡിഗോ ആണ്. അത് നമ്മളെപ്പോഴും ഒരു 12 മണി വരെ ഉള്ളത് എടുത്താൽ മതി. ഇപ്പോൾ 11:45 വരെയാണ്. ഇപ്പോൾ 12 മണിക്ക് ശേഷം ഈ മാർക്കറ്റിന് മൂവ്മെൻറ്റ് ഇത്തിരി കുറയും. അപ്പോൾ നമുക്ക് കാലത്ത് ഒരു 9:45 മുതൽ 12 മണി വരെ ഉള്ള സ്റ്റോക്കുകൾ നോക്കിയാൽ മതി. അതിന് ലാസ്റ്റ് സ്റ്റോക്ക് വരുന്നത് ഇൻഡിഗോ ആണ്. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് സിഗ്നലിൽ വന്ന് ഇൻഡിഗോയിൽ അതോടെ നിന്നു. നമുക്ക് ഇൻഡിഗോ നോക്കാം. ഓക്കെ, ഇൻഡിഗോ ഇതാണ് ഇൻസൈഡ് ക്യാൻഡിൽ വന്നിട്ടുള്ളത്. നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഹൈ ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പോയിൻ്റ് ഒന്ന് മെഷർ ചെയ്യാം. നമുക്ക് ടാർഗറ്റിൽ 9.8 ഓക്കെ 8.86 നമുക്ക് ടാർഗറ്റ് വേണ്ടത്. ഓക്കെ, ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതായത് നമ്മുടെ ഫസ്റ്റ് ബ്രേക്കൗട്ട് ഇവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിവിടെയാണ് ഫസ്റ്റ് ബ്രേക്കൗട്ട് വന്നിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ബ്രേക്കൗട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഡിസ്റ്റൻസാണ് നമ്മുടെ ടാർഗറ്റ്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8.70 പൈസയാണ്. അപ്പോൾ നമ്മുടെ സെൽ പോയിൻറ്റിൽ നിന്ന് നമ്മുടെ അതിന് ശേഷം വന്ന ലോ നോക്കുമ്പോൾ കാണാം അത് 9 പോയിൻറ്റോളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തവണ നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് സ്റ്റോക്കുകൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അതായത് ഈ സ്റ്റോക്ക് ഇതൊരു അക്യുറസി ഒരു 70% അക്യുറസി ഉള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെയ്യുന്ന ആൾക്കാർക്ക് 70% അക്യുറസി വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് അറ്റംപ്റ്റിൽ 75 ആണ് ചാൻസസ് ഉള്ളത്. തേർഡിൽ 80%, ഫോർത്ത് ഉണ്ട്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി കാണാം 3rd ബ്രേക്കൗട്ടിൽ 3 സ്റ്റോക്കുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിൽ 4th ബ്രേക്കൗട്ടിൽ ആകെ 1 സ്റ്റോക്കേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആ സ്റ്റോക്ക് ടാർഗറ്റ് കിട്ടുകയും ചെയ്തു.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഏത് സ്ട്രാറ്റജിയാണ്, എനിക്ക് ഏത് എത്ര പെർസെൻറ്റേജ് ഉള്ള സ്ട്രാറ്റജിയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ ഈ ഫസ്റ്റ് ബ്രേക്കൗട്ട് നമുക്ക് പ്രിഫർ ചെയ്യാം. അതല്ല നിങ്ങൾ അക്യുറസിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ തേർഡോ ഫോർത്തോ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് വരുന്ന സ്റ്റോക്കുകൾ ഇങ്ങനെ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. മാർക്ക് ചെയ്തിട്ട് ബ്രേക്കൗട്ട് ഫെയിൽഡ് ആണോ, അല്ലെങ്കിൽ ബ്രേക്കൗട്ട് ഫെയിൽഡ് അല്ലെങ്കിൽ മാത്രം ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് നിൽക്കരുത്. അതല്ലെങ്കിൽ ഫസ്റ്റ് ബ്രേക്കൗട്ട്, സെക്കൻഡ് ബ്രേക്കൗട്ട് ഫെയിൽഡ്, തേർഡ് ബ്രേക്കൗട്ട് ആകുമ്പോഴേക്കും നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ഫോർത്ത് ബ്രേക്കൗട്ടിനാകുമ്പോൾ നമുക്കത് ഒത്തിരി കൂടി കൺഫർമേഷൻ ആണല്ലോ, നമുക്ക് പ്ലേസ് ചെയ്യാം. പിന്നെ ഞാൻ വേറെ ഇവിടെ ക്വാണ്ടിറ്റി ലോസ് പ്രോഫിറ്റിൻ്റെ അടുത്ത് വരച്ചിട്ടുണ്ടല്ലോ. അതായത് ഞാൻ ആദ്യം വിചാരിച്ചത്, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഫസ്റ്റ് ഒരു 100 ക്വാണ്ടിറ്റി നമ്മളൊരു ബൈ ചെയ്തു. സെക്കൻഡ് നമുക്ക് അത് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു 200 ക്വാണ്ടിറ്റി ആക്കാം, കാരണം അത് ടാർഗറ്റ് അടിക്കെങ്കിൽ. അതല്ലെങ്കിൽ തേർഡ് നമുക്കതൊരു 300 ക്വാണ്ടിറ്റി ആക്കാം. ഇനി ഫോർത്ത് വരാമെങ്കിൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം, ഒരു 800 ക്വാണ്ടിറ്റി ആക്കാം. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ട്രേഡ് ചെയ്യാൻ. പക്ഷേ അതിലുള്ള ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഇൻഡിഗോ എടുക്കാം. ഒരു 9 പോയിൻ്റ് അല്ലേ നമ്മളിവിടെ മെഷർ ചെയ്തത്. നമുക്കൊരു ബ്രോക്കറേജ് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഒരു 100 ക്വാണ്ടിറ്റി ബൈ ചെയ്തു എന്നിരിക്കും. ഇൻഡിഗോ 100 ക്വാണ്ടിറ്റി നമുക്കിവിടെ 1720 നമ്മൾ ബൈ ചെയ്തു. അതുപോലെ 1729 സെല് ചെയ്തു. നമ്മുടെ ക്വാണ്ടിറ്റി 100 ആണ്. അപ്പോൾ നമുക്ക് 791 രൂപ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, നമുക്കിപ്പോൾ 791 രൂപ പ്രോഫിറ്റ് കിട്ടും ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ. ഇനി അത് നമുക്ക് ലോസ് ആയി കഴിഞ്ഞാലോ, അത് ലോസ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ 1729 1720 നമുക്ക് 1008 രൂപയാണ് ലോസ് വരുന്നത്. ഇവിടെ 1008 നമുക്ക് ലോസും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത അറ്റംപ്റ്റിൽ നമുക്ക് ക്വാണ്ടിറ്റി ഡബിൾ ആക്കും, നമുക്കതിന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മളൊരു റിക്കവർ ചെയ്യാൻ വേണ്ടി അത് 200 ആക്കും. 200 ആക്കുമ്പോൾ നമുക്ക് വരുന്ന ലോസ് 1970 ആണ്. അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 1970. ഇനി അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ 670 29 നമുക്ക് 1629 രൂപയാണ് കിട്ടുന്നത്. 1629. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലോസും മൈനസ് ചെയ്യണം, കാരണം നമുക്ക് ആ ലോസ് മേക്കപ്പ് ചെയ്യണ്ടേ. അപ്പോൾ 1629 മൈനസ് 1008 ലോസ്. അപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 621 രൂപയായിരിക്കും. അത് സെക്കൻഡ് അറ്റംപ്റ്റിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്താണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഓർഡറിൽ 100 ക്വാണ്ടിറ്റി ഇട്ടിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചപ്പോൾ നമുക്കൊരു 1008 രൂപ ലോസ് വന്നു. അപ്പോൾ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഒരു 200 ക്വാണ്ടിറ്റി ആക്കി. പക്ഷേ അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 221 രൂപ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ, ഈ ലോസ് കവർ ചെയ്തിട്ട്. പക്ഷേ അത് സ്റ്റോപ്പ് അടിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ലോസ് എന്ന് പറയുന്നത് 1970 രൂപയാണ്. ഈ 1970 എന്ന് പറയുമ്പോൾ 1970 മാത്രമല്ല, ഈ 1970 പ്ലസ് ഈ 1008 കണ്ടോ, നമുക്ക് 2978 രൂപ ലോസ് വരും. അതായത് നമുക്ക് കിട്ടുകയാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ 621 കിട്ടത്തുള്ളൂ, ലോസ് വരാണെങ്കിൽ 2978 രൂപ ലോസും വരും. ഇനിയിപ്പോൾ നമുക്ക് ഒരു 300 ക്വാണ്ടിറ്റി ആക്കാം. അപ്പോൾ തേർഡ് അറ്റംപ്റ്റിൽ നമുക്ക് ഇത്തിരി കൂടി ഓക്കെ, നമുക്ക് ഒത്തിരി വിശ്വാസമുണ്ട്. അത് നമുക്ക് അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി വീണ്ടും 300 ആക്കി. അതായത് 300 അല്ല, നമുക്ക് 400 ക്വാണ്ടിറ്റി ആക്കണം. കാരണം ഇതിപ്പോൾ ക്വാണ്ടിറ്റി 300 ആയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ 400 ക്വാണ്ടിറ്റി എങ്കിലും ആക്കണം. അപ്പോൾ 400 ക്വാണ്ടിറ്റി ആക്കി. അപ്പോൾ നമുക്കിവിടെ നോക്കാം. നമ്മളിപ്പോൾ ഒരു 400 ക്വാണ്ടിറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് 3305 രൂപയാണ് പ്രോഫിറ്റ് വരുന്നത്. 3305. അപ്പോൾ നമ്മൾ ഈ 3305 മൈനസ് ഈ 2978 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 327 രൂപ നെറ്റ് പ്രോഫിറ്റ് കയറത്തുള്ളൂ. ഈ ടാക്സും ഇതൊക്കെ ഈ കാൽക്കുലേറ്റർ ടാക്സൊക്കെ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് കേട്ടോ. അതാണ് ഞാൻ ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 327 രൂപയാണ് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ അതും നമുക്ക് ലോസ് വരാണെങ്കിൽ അതും നമുക്ക് 80% നമുക്ക് പറയാൻ പറ്റില്ല. സൈഡ് വൈസ് മാർക്കറ്റ് ആണെങ്കിൽ 3 സൈഡിലും അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതും ലോസ് വരാണെങ്കിൽ നമുക്ക് വരുന്ന ലോസ് എന്ന് പറയുന്നത് നോക്കാം, 29 നമുക്ക് 3893 രൂപയാണ് ലോസ് വരുന്നത്. ലോസ് വരുന്നത്. അപ്പോൾ നമ്മുടെ റിസ്ക്, അപ്പോൾ നമ്മൾ അത് പറയുമ്പോൾ ഈ ലോസ് ഉണ്ടല്ലോ പ്ലസ് ഈ ലോസ്, അതായത് 6871 രൂപയായിരിക്കും നമുക്ക് ലോസ് വരുന്നത്. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിലോ 327 രൂപ മാത്രമേ കിട്ടത്തുള്ളൂ.
ഇനി നമുക്ക് ഫോർത്ത് നമ്മളത് ഒരുപാട് 85% നമുക്ക് ചാൻസ് ഉള്ള ഒരു ഇതാണ്. അവിടെ നമ്മൾ നോക്കിയപ്പോൾ നമുക്കൊരു 1000 ഒരു ഇപ്പോൾ 500, 600, 700, 800 ക്വാണ്ടിറ്റി വരേണ്ടി വരും. നമ്മളൊരു 800 ക്വാണ്ടിറ്റി ഇട്ടു. നമ്മുടെ എല്ലാ ലോസും റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ 800 ക്വാണ്ടിറ്റി ഇട്ടെന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് വരാനെങ്കിൽ എത്ര നോക്കാം. 6658 നമുക്ക് പ്രോഫിറ്റ് വരാണെങ്കിൽ ഈ പ്രോഫിറ്റിൽ 6658 മൈനസ് ഈ ഒരു എമൗണ്ട് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 213 രൂപ നെറ്റ് ലോസാണ് വരുന്നത്. ഇനി അത് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. 7739 രൂപ നമുക്ക് ലോസ് വരും. പ്ലസ് ഈ ഒരു 6720 കണ്ടോ, നമുക്കപ്പോഴും ലോസാണ് വരുന്നത്. 14,610 രൂപ നമുക്ക് ലോസും വരും. ഇനി അത് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് 213 രൂപ ലോസ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് ഡബിൾ ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ബ്രോക്കറേജും ടാക്സും ഉള്ള കാരണം കൊണ്ട് നല്ല ബ്രോക്കറേജും ടാക്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ട്രാറ്റജി വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ട്രേഡ് മാത്രം ചെയ്താൽ മതി, ഡബിൾ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ആദ്യം ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, ഡബിൾ ചെയ്ത് നമുക്കങ്ങനെ പ്രോഫിറ്റ് കയറ്റാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കറിയാം ഇത് എന്തായാലും ഒരു സൈഡിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് എടുക്കുന്ന റിസ്ക് എന്ന് വെച്ചാൽ വളരെയധികമാണ്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നോക്കി കാണാം. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിൽഡ് ആയിക്കഴിഞ്ഞാൽ അത് വിട്ടേക്കാം, അത് ലോസാണ്. അത് നമ്മൾ മനസ്സിൽ ബുക്ക് ചെയ്തിട്ട് മാറിയേക്കാം, പിന്നെ ട്രേഡ് ചെയ്യണ്ട. അതല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടി വേണമെങ്കിൽ ഫോർത്ത് അറ്റംപ്റ്റോ തേർഡ് അറ്റംപ്റ്റോ വരാണെങ്കിൽ ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ അത് വിട്ടേക്കാം, ആ ദിവസത്തെ ആ സ്റ്റോക്ക് വിട്ടേക്കാം. ഇപ്പോൾ നമ്മളിവിടെ കണ്ടു ചില സ്റ്റോക്കുകൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഡോക്ടർ റെഡ്ഡി തന്നെ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡോക്ടർ റെഡ്ഡി അങ്ങനെ ഓരോ സ്റ്റോക്കുകൾ. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ ഇപ്പോൾ 75% അക്യുറസി 70% അക്യുറസി നോക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ അത് വിട്ടേക്കാം. സ്റ്റോപ്പ് ലോസ് അടിച്ചു നമ്മൾ ആ ലോസ് ബുക്ക് ചെയ്യുക, നമുക്ക് അടുത്ത സ്റ്റോക്കിൽ നോക്കിയേക്കാം. അതുപോലെ ഇപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ സെക്കൻഡ് അറ്റംപ്റ്റും സ്റ്റോപ്പ് ലോസ് ഹിറ്റാണെങ്കിൽ വിട്ടേക്കാം, നമുക്ക് അടുത്ത സ്റ്റോക്കിന് അടുത്ത ചാൻസ് വരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഡബിൾ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഈ ഡബിൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം ഞാൻ ഈ ഇടയ്ക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കണ്ടതാണ്. അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ അത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ GST, സ്റ്റാമ്പ് ഡ്യൂട്ടി, അങ്ങനെ എക്സ്ചേഞ്ച് ടാക്സ്, STT അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ആ ബ്രോക്കറേജ് നമ്മുടെ പ്രോഫിറ്റിൽ ഒരു 90% അല്ലെങ്കിൽ 80% നമ്മൾ ഈ ടാക്സും ബ്രോക്കറേജ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഡബിൾ ചെയ്യുമ്പോൾ പക്ഷേ നമുക്ക് അതൊന്നുമല്ല പ്രശ്നം. നമ്മൾ എടുക്കുന്ന റിസ്ക് നമ്മളെപ്പോഴും 1:1 എന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ 1:2. അതായത് നമുക്ക് 1 രൂപ റിസ്ക് ആണെങ്കിൽ നമുക്ക് 1 രൂപ തന്നെ പ്രോഫിറ്റും കിട്ടണം. അല്ലെങ്കിൽ 1 രൂപ നമ്മൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 രൂപ പ്രോഫിറ്റ് കിട്ടണം. എന്നാൽ മാത്രമാണ് നമുക്ക് ട്രേഡിങ്ങിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കണ്ടോ, നമുക്ക് ഈ 4ാമത്തെ ബ്രേക്കൗട്ടും ചിലപ്പോൾ സ്റ്റോപ്പ് അടിച്ചിരിക്കാം. നമുക്കത് 100% ഉറപ്പില്ല. അതാണ് ഞാൻ 85% കൊടുത്തിരിക്കുന്നത്. ബാക്കി 15% ഉറപ്പില്ല. അതായത് സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇപ്പോൾ സൈഡ് വൈസ് മാർക്കറ്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, 4 സൈഡിലും സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ പോലും ആ ഒരു ഒറ്റ ദിവസത്തെ ട്രേഡ് മതി, നമ്മുടെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എല്ലാം പോകും. കാരണം നമുക്കിവിടെ 327 രൂപയാണ് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ തേർഡ് അറ്റംപ്റ്റ് വരെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 327 രൂപ കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ചെയ്താൽ പോലും നമുക്കിപ്പോൾ ഒരു 20 ദിവസം പ്രോഫിറ്റ്, ഒരു 18 ദിവസം നമുക്ക് പ്രോഫിറ്റിലാണ് പോകുന്നത് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട്. പക്ഷേ 19ാമത്തെ ദിവസം നമുക്ക് 4 സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാക്കിയിരുന്ന പ്രോഫിറ്റ് എല്ലാം പോയിട്ട് നമ്മൾ ലോസിലേക്ക് മാറും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യരുത്. നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് 85% ആണ്. അപ്പോൾ നമുക്ക് ആ ഫോർത്ത് ബ്രേക്കൗട്ട് വരെ നമുക്ക് ഈ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണം. അതായത് ബ്രേക്കൗട്ട് ഫെയിൽഡ് ആവണം കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളിവിടെ ചില സ്ട്രാറ്റജി കണ്ടു. ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്കൗട്ട് സംഭവിച്ചിട്ടുണ്ട്. ആ ബ്രേക്കൗട്ട് സംഭവിച്ച ശേഷം അതിവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ലാത്ത സ്റ്റോക്കുകളുടെ മാത്രമാണ് നമുക്ക് വീണ്ടും അത് ബ്രേക്കൗട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് കളഞ്ഞേക്കാം, സ്കിപ്പ് ചെയ്തേക്കാം, അടുത്ത സ്റ്റോക്കിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. അതിനെ നമ്മൾ ഡിസൈഡ് ചെയ്യണം നമുക്ക് എത്ര % സ്ട്രാറ്റജി വേണം. ഇപ്പോൾ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കണ്ടു, നമ്മൾ 85% നോക്കുന്ന ഒരാൾക്ക് ആകെ ഒരു ചാൻസേ കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം. പക്ഷേ അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 100 ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, ഒരു 250 ക്വാണ്ടിറ്റി വെച്ച് ട്രേഡ് ചെയ്യാം. അതല്ലെങ്കിൽ 300 400 ക്വാണ്ടിറ്റി നമുക്ക് ട്രേഡ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ക്വാണ്ടിറ്റി നമുക്ക് ഡിസൈഡ് ചെയ്യാം.
അതുപോലെ ഇപ്പോൾ തേർഡിലാണെങ്കിൽ ഞാൻ അതുവരെ വെയിറ്റ് ചെയ്യാം. നമുക്കൊരു 3 സ്റ്റോക്ക് അങ്ങോട്ട് കിട്ടത്തുള്ളൂ. അതിൽ ഒരു സ്റ്റോപ്പ് ലോസും 2 സ്റ്റോക്കും ടാർഗറ്റ് അടിക്കുകയാണ് ചെയ്തത്. ഇതിൽ 75% എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. ഇപ്പോൾ 70% കൂടുതലായിരുന്നു. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമ്മൾ കണ്ട് ഒരുപാട് സ്റ്റോക്കുകൾ ടാർഗറ്റ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാം. എനിക്കിപ്പോൾ ഞാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അവർക്ക് 70% ഫോളോ ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ ഒരു ദിവസം വന്ന 13 സ്റ്റോക്കുകളിൽ ചിലപ്പോൾ 8 സ്റ്റോക്കോ 7 സ്റ്റോക്കോ ഒക്കെ ടാർഗറ്റ് അടിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ പക്ഷേ അത് നമുക്ക് സക്സസ് റേഷ്യോ കുറവാണ്. 70% നമ്മൾ തേർഡ് അറ്റംപ്റ്റൊക്കെ ആണെങ്കിൽ തേർഡും ഫോർത്തൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത് നല്ലത്. അത് അക്യുറസി കൂടുതലാണ്. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് വെച്ചിട്ട് അടുത്ത ഒരു ഇതിൽ നമ്മൾ ഡബിൾ ക്വാണ്ടിറ്റി ചെയ്യാൻ നിൽക്കരുത്. കാരണം അതിനകത്തുള്ള ഒരു പ്രശ്നം ഇതാണ്, നമുക്കൊരിക്കലും പ്രോഫിറ്റ് വരത്തില്ല, ലാസ്റ്റ് നമ്മൾ ലോസിലെത്തത്തുള്ളൂ. അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മളത് വിട്ടേക്കാം ആ സ്റ്റോക്ക്, അതാണ് ബെറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യണം നമുക്ക് എത്ര % അക്യുറസി ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് വേണ്ടത്. അതുപോലെ പേഷ്യൻസ് ആണ് നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കണ്ടില്ല, നമുക്ക് ഇത്രയും കാലത്ത് 9:45 ഓർഡറിൽ 12 മണി ഇരുന്നിട്ട് നമുക്ക് ആ ഒറ്റ സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അതിന് അക്യുറസി കൂടുതലാണ്. ഇതാണെങ്കിൽ നമുക്ക് ഓരോ 15 മിനിറ്റ് കൂടുന്നതോളം നമുക്ക് സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്, പക്ഷേ അക്യുറസി കുറവാണ്. അപ്പോൾ നമുക്ക് അത് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ കഴിഞ്ഞ 5 മാസമായിട്ട് ഇത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കറിയാം ഇതിൻ്റെ സംഭവം എന്താണ്. അതുകൊണ്ട് നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം ഞാനും ഇങ്ങനെ ഡബിൾ ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ ബ്രോക്കറേജ് കാൽക്കുലേറ്ററിൽ ഒന്ന് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ദോഷം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ മൈൻഡിൽ നിന്ന് സെറ്റ് ചെയ്യണം. നമുക്ക് കണ്ടിന്യൂസ് ട്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ ഇത്ര % എനിക്ക് ഇപ്പോൾ 80% മതി, അല്ലെങ്കിൽ 85% എനിക്ക് അക്യുറസി വേണം എൻ്റെ ട്രേഡിങ്ങിന് എന്നുള്ളവർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 4th വരെ സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ ആ ദിവസം നമുക്ക് മോശമെന്ന് കരുതി നമുക്കത് ക്ലോസ് ചെയ്തേക്കാം. നമുക്ക് ട്രേഡ് ചെയ്യേണ്ട അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഒരുപാട് സ്റ്റോക്കുകൾ ഞാൻ പ്രീവിയസ് ഡേയ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റോക്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്ത് നോക്കാം. ചാർട്ടിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ അവൈലബിൾ ആണ്. ആ ചാർട്ട് നോക്കി നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് മാർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞ ശരിയാണോ നോക്കി നിങ്ങൾക്ക് തന്നെ ഒരു സെറ്റപ്പിലെത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ട്രേഡിങ്ങിൽ നമുക്കിങ്ങനെ വിജയിക്കാം എന്നുള്ളതിൽ ഒരു വഴിയുള്ളത്. അതായത് ഒരു സ്ട്രാറ്റജി പോലും 100% സക്സസ് അല്ല, അതാണ് കാര്യം. നമുക്കത് ചെയ്താലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ലൈവ് ട്രേഡിങ്ങിൽ. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഇപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടിയിട്ട് പോലും അത് ഡീറ്റെയിൽഡായിട്ട് പറയാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ 8848943849. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരുപാട് പേര് ട്രേഡിങ്ങിനെ പ്രൊഫഷണലായി കാണാൻ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഡിസിപ്ലിനാണ് ട്രേഡിങ്ങിൽ വേണ്ടത്, ഡിസിപ്ലിനും പേഷ്യൻസുമാണ് വേണ്ടത്. അതുപോലെ നമ്മൾ ഒരുപാട് ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുന്നത് കുറച്ച് ട്രേഡ് ആയാലും അതിന് പ്രോഫിറ്റ് അക്യുറസി കൂടുതൽ ഉള്ള ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു നല്ലൊരു സ്ട്രാറ്റജിയാണ് ഇൻസൈഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. കാരണം അതൊരു സൈഡിൽ ബ്രേക്കൗട്ട് ഷുവറാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഫിൽറ്റർ ചെയ്ത് വരുന്ന സ്റ്റോക്കുകളാണ്. കാരണം നമ്മൾ ചില കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ആ കണ്ടീഷനിലാണ്. കാരണം സാധാരണ ഇൻസൈഡ് ക്യാൻഡിൽ ഒരുപാട് സ്റ്റോക്കുകൾ വരും നമുക്ക് ഇൻസൈഡിൽ. അതിൽ നിന്ന് ഞാൻ ഫിൽറ്റർ ചെയ്ത് വരുന്ന സ്റ്റോക്കുകളാണ്, മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അക്യുറസി ഇത്തിരി കൂടുതലാണ് ഈ ഒരു സ്റ്റോക്കുകളിൽ. ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്കാനർ ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ വന്ന വളരെ കുറച്ച് സ്റ്റോക്കുകളാണ്. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് സ്കാനർ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരേ സമയം 10-30 സ്റ്റോക്കുകൾ വന്നിരിക്കും. ഓക്കെ, അപ്പം ഞാൻ അതിൽ നിന്നും വീണ്ടും ഫിൽറ്റർ ചെയ്ത് ഒരു കണ്ടീഷൻ വെച്ച് ഫിൽറ്റർ ചെയ്ത് ആ സ്റ്റോക്കുകൾ ലൈവായിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സ്കാനറിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിൽ വരുന്ന സ്റ്റോക്കുകൾ വന്നിട്ട് ഇതേപോലെ അനലൈസ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊന്നും ഓർത്ത് വെച്ചേക്കാം. ഈ ഒരു ഷീറ്റ് നിങ്ങൾക്ക് എത്ര % അക്യുറസി വേണമെന്ന്. ഇനി ഫണ്ട് മാനേജ്മെൻറ്റിനെ പറ്റിയുള്ള ഞാൻ അടുത്തൊരു വീഡിയോയിൽ നന്നായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജി വീഡിയോസും ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസും ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.